സംരംഭകനാകാൻ മികച്ച ഒരാശയം മാത്രം മതിയോ? പോരാ അല്ലെ? നല്ലൊരു ബിസിനസ് പ്ലാൻ കൂടി വേണം. അങ്ങനെയെങ്കിൽ ഒരു നല്ല ബിസിനസ് പ്ലാൻ തയ്യാറാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ചർച്ച ചെയ്യാം ഈ വീഡിയോയിൽ. വെൽക്കം ടു ഇന്ത്യൻ മണി മലയാളം ആൻഡ് ദിസ് ഇസ് യുവർ ഹോസ്റ്റ് വിദ്യ നായർ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഒരു മികച്ച ബിസിനസ് പ്ലാൻ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ്. എന്തിനു വേണ്ടിയാണ് ഒരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കുന്നത്? എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് വളരെ നല്ല ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ആശയമുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ ഒരു കമ്പനിയുടെ ബിസിനസ് പ്ലാൻ എന്നത്. ബിസിനസ് പ്ലാൻ ഒക്കെ എൻ്റെ മനസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയുണ്ട് എന്ന് ആ വ്യക്തി പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഡീറ്റെയിൽ ആയി മനസ്സിലുള്ള കാര്യം എന്തുകൊണ്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നില്ല? ഒരു റിട്ടേൺ കോപ്പി നമ്മുടെ കയ്യിലുണ്ടോ? ഈ ഒരു ബിസിനസ് ഒക്കെ ഏത് രീതിയിലാണ് A to Z കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഗൈഡ്, ഒരു ബുക്ക് അത് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. കാരണം ഞാൻ ലോണൊന്നും എടുക്കാനായിട്ട് പോകുന്നില്ല. എൻ്റെ തന്നെ കയ്യിലെ വരുമാനം വെച്ചാണ് ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് ഒരു ബിസിനസ് പ്ലാൻ ഒക്കെ തയ്യാറാക്കി ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് പോകുന്നത് എന്ന്. ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് ഒരിക്കലും ബിസിനസ്സിൽ ലോണ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ തുടങ്ങി വെച്ച ബിസിനസ്, അതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മുതൽ അതിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോസ്റ്റ് മാനേജ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. മാർക്കറ്റിംഗ്, പ്രോഡക്റ്റ് സ്ട്രാറ്റജി, എംപ്ലോയി ഹയറിംഗ് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് ഒരു ബിസിനസ്സിനുള്ളത്. ഒരു ബിസിനസ് എന്ന് പറയുന്നത് അതിൻ്റെ ഐഡിയ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അവസ്ഥയിലായിരിക്കും അല്ലെ? ഗർഭാശയത്തിൽ നിന്നാണ് ഒരു കുഞ്ഞിൻ്റെ ഒരു ഭ്രൂണാവസ്ഥയിലാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ആ ബിസിനസ് ആദ്യം ജനിക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിലാണ്. ഒരാശയമായി ഒരു ബിസിനസ് ജനിക്കുന്നു. അതിനുശേഷം നമുക്കൊരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് അല്ലെ? ഒരു കുഞ്ഞ് വളരാനെടുക്കുന്ന ആ ഒരു സമയം ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും. അതിനുശേഷം കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഒരു ആക്സിലറേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തന്നെയാണ് എല്ലാ ബിസിനസ്സും മുന്നോട്ട് പോകുന്നത്. അതായത് ശൈശവ അവസ്ഥയും കൗമാരാവസ്ഥയും യൗവനവും എല്ലാം ഓരോ ബിസിനസ്സിനുമുണ്ട്. ഇത്തരത്തിൽ ഓരോ ബിസിനസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ പോലെ തന്നെയാണ്. നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ വളരെ നല്ലൊരു പ്ലാൻ ഉണ്ടായിരിക്കും അല്ലെ? എവിടെ ചേർക്കണം, എന്തിനു ചേർക്കണം, സ്കൂളിൽ എപ്പോൾ ചേർക്കണം, ഒരു പെൺകുട്ടിയാണെങ്കിൽ എപ്പോൾ കല്യാണം കഴിപ്പിച്ച് അയക്കണം തുടങ്ങി ഒട്ടനവധി പ്ലാനുകളാണ് നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് നമുക്കുള്ളത്. അതുപോലെ തന്നെ ബിസിനസിനെ കുറിച്ചും നല്ലൊരു പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. കാരണം ഇതും ഈ പറഞ്ഞ ഘട്ടങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഒരു ബിസിനസ് പ്ലാനിന് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്ലാനിന്റെ ഗൈഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത്. ടൈറ്റിൽ പേജും അതിൻ്റെ കണ്ടന്റും. നമ്മളൊരു പുസ്തകം വായിക്കുന്നത് പോലെ തന്നെ ടൈറ്റിൽ പേജിൽ ആ ബിസിനസിന്റെ പേരെന്താണ്, അതിൻ്റെ അഡ്രസ്സ് എന്താണ്, ഫോൺ നമ്പർ എന്താണ്, അതിൻ്റെ വെബ് അഡ്രസ്സ് എന്താണ് തുടങ്ങിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതിൽ നൽകിയിരിക്കണം. അതായത് വായിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയണം എന്തൊക്കെയാണ് ഇതിൽ ഉള്ളത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളടക്കം, ഇതിൻ്റെ ടൈറ്റിൽ എന്താണ്, ബിസിനസിന്റെ പേരെന്താണ്, ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് ആരാണ്, ഇതിന് എത്ര രൂപ ചെലവ് വരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു നട്ട്ഷെല്ലിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ടൈറ്റിൽ പേജ് ആൻഡ് കണ്ടന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് സമ്മറിയാണ്. എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത് പേര് കേൾക്കുന്നത് പോലെ തന്നെ അതൊരു സംഗ്രഹമാണ്. ഒരു ബിസിനസ് ആശയത്തെക്കുറിച്ച് എന്തൊക്കെ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എന്ന് പറയുന്നതിന്റെ സംഗ്രഹമാണ്, മുഴുവനായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഫിനാൻഷ്യൽ ഫീച്ചേഴ്സ് വരും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരും, കറന്റ് പൊസിഷൻ എന്താണ് എന്ന് വരും, മേജർ അച്ചീവ്മെന്റ്സ് എന്താണ് എന്ന് വരും. അതായത് ഒരു ബിസിനസിന്റെ A to Z അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ ഫുള്ളായിട്ട് നമുക്ക് വായിക്കാൻ സമയമില്ലാത്തൊരു വ്യക്തിക്ക് എക്സിക്യൂട്ടീവ് സമ്മറി നൽകിക്കൊണ്ട് ആ ഒരു ബിസിനസ് എന്താണ് എന്ന് നമ്മൾ കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ബിസിനസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. അല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് വേണ്ട ഒരു നല്ല സമ്മറി, ഒരു നല്ല സംഗ്രഹം നമ്മൾ ചിട്ടപ്പെടുത്തി വളരെ നല്ല രീതിയിൽ കൊടുക്കുകയാണ്. അതാണ് എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയുന്നത്. ദെൻ ദ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബിസിനസ് ആണ്. ബിസിനസ്സിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അതായത് നമുക്ക് ഇപ്പോൾ നിലവിലുള്ള പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, ഇപ്പോൾ നിലവിലുള്ള സർവീസസ് എന്തൊക്കെയാണ്, ഭാവിയിൽ വരാവുന്ന ന്യൂ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് എന്തൊക്കെയാണ്, ന്യൂ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്, എത്രമാത്രം രൂപയാണ് നമുക്ക് ഈ ഒരു ബിസിനസ്സിന് വേണ്ടി വരുന്നത്, എത്രമാത്രം ലോണാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രമാത്രം ലോണാണ് ഭാവിയിൽ നമുക്ക് വേണ്ടി വരുന്നത്, മുതൽ മുടക്ക് എത്രയാണ്, വരുമാനം എത്രയാണ്, ചിലവ് എത്രയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയാണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റർ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാകണം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എനിക്ക് ഇൻ റിട്ടേൺ കിട്ടാൻ പോകുന്നത്, ഇതിന്റെ പ്രോഫിറ്റ് എപ്പോഴായിരിക്കും ഉണ്ടാകുന്നത്, ഞാൻ മുതൽ മുടക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ലാഭമാണ് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ബിസിനസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ വ്യക്തിക്ക് വേണ്ടി പറഞ്ഞു വെക്കുന്നത്. സോ
ഡിസ്ക്രിപ്ഷൻ ഓഫ് ബിസിനസ്സിൽ ഒരു മാർക്കറ്റ് അനാലിസിസ് കൂടി നമ്മൾ ചെയ്തു വെക്കണം. അതായത് ഒരു കോമ്പറ്റീറ്റർ അനാലിസിസ് കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ബിസിനസ്സിന് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ആ ഒരു പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ള കാര്യം നമ്മൾ മനസ്സിലായിരിക്കണം. അതായത് ഒരു വ്യക്തി സാധാരണ ഒരു പൊതിച്ചോറിൽ നിന്നാണ് തൻ്റെ ബിസിനസ് തുടങ്ങുന്നത് എന്ന് വെച്ചോളൂ. ആ വ്യക്തിക്ക് ഭാവിയിൽ ഒരു വലിയ കാറ്ററിംഗ് സർവീസ് തുടങ്ങാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു സാധാരണ പൊതിച്ചോർ ബിസിനസ് തുടങ്ങാൻ ആ വ്യക്തിക്ക് 10,000 രൂപയിൽ താഴെ മുതൽ മുടക്ക് മാത്രമാണ് വേണ്ടി വന്നത്. പക്ഷേ ഒരു വലിയൊരു കാറ്ററിംഗ് സർവീസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു 5 ലക്ഷമോ 6 ലക്ഷമോ ഒക്കെ മുതൽ മുടക്ക് വരാം. ഞാനൊരു ചെറിയൊരു എമൗണ്ട് ആണ് പറഞ്ഞത് എക്സാമ്പിൾ ആയിട്ട്. അതായത് ഒരു 5-6 ലക്ഷം രൂപയൊക്കെ മുതൽ മുടക്ക് വരാം. ഈ ഒരു പൊതിച്ചോറ് മാത്രമായിരിക്കില്ല, അതിൽ ദോശ ഉണ്ടായിരിക്കാം, ഇഡ്ഡലി ഉണ്ടായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ കല്യാണത്തിന് വേണ്ട എല്ലാ ബുഫേ സെറ്റപ്പുകളും വരുന്ന ഒരു നല്ല വിശാലമായിട്ട് ഒരു നല്ല മികച്ച കാറ്ററിംഗ് സർവീസ് ആയിരിക്കും ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ആശയം എന്ന് പറയുന്നത്. പക്ഷെ നിലവിലുള്ള കാറ്ററിംഗ് സർവീസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായി ആ വ്യക്തിക്ക് ചെയ്യുകയും വേണം. അപ്പോൾ മാത്രമേ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് അനാലിസിസ് ആണ്. അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റ് അവതരിപ്പിക്കുകയാണ്. അതിപ്പോൾ ഒരു പേന ആയിക്കൊള്ളട്ടെ, 3 രൂപ വിലയുള്ള നല്ല മണമുള്ള ഒരു പേനയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് അവതരിപ്പിക്കുന്നത് എന്ന് വെക്കുക. ഇത്തരത്തിൽ മാർക്കറ്റ് അനാലിസിസ് ചെയ്യാതെ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കില്ല. നിലവിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പേന വിൽപ്പനയിലുണ്ടോ, വിപണിയിലുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ആ പേനയ്ക്ക് എന്ത് മണമാണ് കൂടുതൽ യൂണിക് ഫീച്ചർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആഡ് ഓൺ ഫീച്ചർ ആഡ് ചെയ്യുക. ഇപ്പോൾ മണമുള്ള ഒരു പേന മാത്രമാണ് നമ്മുടെ മനസ്സിൽ എന്നുണ്ടെങ്കിൽ പേന എഴുതിയാൽ മായ്ക്കാൻ പറ്റുന്ന ഒരു റബ്ബർ കൂടി നമ്മളൊന്ന് ആഡ് ഓൺ ചെയ്യും. എന്നിട്ട് നമ്മുടെ ഒന്ന് വില നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ ആ ഒരു വിപണിയിലേക്ക് അത് എത്തിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഒരു പ്രോഡക്റ്റ് വിപണിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ നിലവിലുള്ള മാർക്കറ്റിൽ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, ബയേഴ്സിന്റെ കപ്പാസിറ്റി കൂടി നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? അതായത് എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് നമുക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മാർക്കറ്റിൽ പെനിട്രേറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് വില താഴ്ത്തി വിൽക്കേണ്ടതായിട്ട് വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്നോബ് എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് വില കൂട്ടി തന്നെ നമ്മൾ കൊടുക്കണം. അതായത് നമ്മുടെ പ്രോഡക്റ്റിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട് എന്നുള്ള രീതിക്ക് നമ്മൾ സെല് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാർക്കറ്റ് പെനിട്രേഷൻ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളൊരു വില നിർണ്ണയിക്കുമ്പോൾ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം കോസ്റ്റ് ഇൻകേർഡ് ആയിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ആയത്, അത് പ്ലസ് എത്രമാത്രം പ്രൈസിങ് ആണ് വരുന്നത് എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് ആദ്യം ഒരു നിശ്ചയം വേണ്ടത്. വില നല്ല രീതിയിൽ തന്നെ നിർണ്ണയിക്കുക. എത്രമാത്രം മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മാർക്കറ്റിങ്ങിലേക്ക് കടക്കാൻ കഴിയും, ഈ ഒരു വിപണി നമുക്ക് എങ്ങനെ കീഴടക്കാൻ കഴിയും എന്നൊക്കെയുള്ള കാര്യത്തിൽ വളരെ വിശദമായ അല്ലെങ്കിൽ വളരെ നല്ലൊരു ഗ്രാഹ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. മാർക്കറ്റിന്റെ പ്രോപ്പറായ ഒരു അനാലിസിസ് തന്നെയാണ് വേണ്ടത്. ഒരു 7 P's എന്നൊക്കെ പറയാറുണ്ട്. ഒരു പ്രോഡക്റ്റിനെ നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ ആ 7 P'സിനെ കുറിച്ചും ഒക്കെ നമുക്ക് നല്ലൊരു ധാരണ വേണം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് അനാലിസിസ് വരെയുള്ള ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ബിസിനസ് പ്ലാനിൽ ചെയ്തിരിക്കുന്നത്. സോ ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോമ്പറ്റീറ്റർ അനാലിസിസ് ആണ്. നമ്മുടെ നിലവിൽ മാർക്കറ്റ് അനാലിസിസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ളത് കോമ്പറ്റീറ്റർ അനാലിസിസ് ആണ്. എത്രമാത്രം കോമ്പറ്റീഷൻ ആണ് നമ്മൾ നമ്മുടെ മാർക്കറ്റിൽ അറിയാൻ വേണ്ടി പോകുന്നത്. അതായത് ഇതുപോലുള്ള പ്രോഡക്ട്സ് വിൽക്കുന്ന വിപണിയിൽ ഇറക്കുന്ന മറ്റ് കച്ചവടക്കാർ മാത്രമായിരിക്കണം എന്നില്ല നമ്മുടെ ഒരു കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. കോമ്പറ്റീറ്റീവ് അനാലിസിസ്, അതായത് വിപണിയിൽ ഇതുപോലൊരു പ്രോഡക്റ്റ് ഇറക്കുന്ന കച്ചവടക്കാർ മാത്രമാകണം എന്നില്ല നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത്. ഭാവിയിൽ നമുക്ക് തന്നെ ഉണ്ടായേക്കാവുന്ന ചില ഭീഷണികൾ അല്ലെങ്കിൽ നമ്മുടേതായൊരു വീക്ക്നെസ് എന്താണ് എന്നുള്ള വിശദമായൊരു അനാലിസിസ് ആണ് കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറയുന്നത്. സ്വോട്ട് അനാലിസിസ് എന്ന് പറയാറുണ്ട്, അല്ലെ? നമ്മൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ വിപണിയിൽ എത്തിക്കുമ്പോൾ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്, നമ്മളെ തേടിയെത്തുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്, ഭാവിയിൽ നാം നേരിട്ടേക്കാവുന്ന ഭീഷണികൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വളരെ നല്ലൊരു ഗ്രാഹ്യം തന്നെ ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പറായ അനാലിസിസും കൂടി നമുക്ക് വേണം. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിന് റിസ്ക് ഉണ്ട്. റിസ്ക് അനാലിസിസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് വിപണിയിൽ ഒരു പ്രോഡക്റ്റ് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ റിസ്ക് തന്നെയാണ് കോമ്പറ്റീറ്റർ അനാലിസിസിൽ നമ്മൾ കണ്ടെത്തുന്നത്. അത്തരത്തിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷനും നമുക്ക് വളരെ വേഗം കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പും വളരെ നല്ലൊരു രീതിയിൽ തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയും. ഒരു ബിസിനസിന്റെ നടത്തിപ്പിൽ നമ്മളൊരു സ്കൂൾ ആയിരിക്കാം ചിലപ്പോൾ തുടങ്ങുന്നത്. ആ സ്കൂളിൽ എത്ര മണിക്ക് കുട്ടികൾ എത്തിച്ചേരണം, എത്ര മണിക്ക് ടീച്ചേഴ്സ് എത്തിത്തുടങ്ങണം, ഓരോ പീരീഡും എത്ര സമയമായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാകാനായി. ഒരു വിഷയം എത്ര തവണ ഒരാഴ്ചയിൽ ക്ലാസ് കിട്ടണം, ഒരു കുട്ടി ഒരു കംപ്ലൈന്റുമായി വന്നാൽ ആ കംപ്ലൈന്റ് എങ്ങനെയാണ് നമ്മൾ തീർക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഒരു പരാതി പരിഹരിക്കാനുള്ള മാർഗം എന്തൊക്കെയാണ്, ഒരു ടീച്ചർ പെട്ടെന്ന് തന്നെ ആ ഒരു സ്കൂളിൽ നിന്ന് വിട്ടുപോയി അടുത്ത ടീച്ചറിനെ കണ്ടെത്താൻ അല്ലെങ്കിൽ ഹയർ ചെയ്യാൻ എത്ര
സമയമാണ് നമുക്ക് വേണ്ടി വരുന്നത്. നമ്മൾ പോലും ഓർക്കാത്ത അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഭീഷണികൾ അവിടെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ വളരെ മികച്ച രീതിയിൽ തന്നെയാണോ പോകുന്നത്, മാനേജ്മെന്റ് ഒക്കെ വളരെ പ്രോപ്പറായി തന്നെയാണോ പോകുന്നത്, അഡ്മിനിസ്ട്രേഷൻ നല്ല രീതിയിൽ തന്നെയാണോ സ്കൂളിൽ നടക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായൊരു ബോധം ആദ്യമേ തന്നെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് അനാലിസിസിലേക്ക് നമുക്ക് കടക്കാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് നമ്മുടെ ബിസിനസ്സിന് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാകാതെ ഒരു സ്മൂത്ത് ഫംഗ്ഷനിങ് നടക്കുമെന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് എത്രമാത്രം ഇൻകം ആണ് നമുക്ക് ഉണ്ടായിരിക്കാവുന്നത്, അല്ലെങ്കിൽ എത്രമാത്രം കോസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഇൻകർ ചെയ്യുന്നത്, അതല്ല എന്നുണ്ടെങ്കിൽ എത്രമാത്രം എക്സ്പെൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അതായത് വ്യക്തമായൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, സാമ്പത്തിക ഭദ്രത നമ്മുടെ ബിസിനസ്സിന് ഉറപ്പുവരുത്തേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. വരവെത്ര, ചെലവെത്ര, അതിൽ എത്രമാത്രം നീക്കിയിരിപ്പ് സാധിക്കുന്നുണ്ട്, അടുത്ത വർഷത്തേക്ക് എത്രമാത്രം നമുക്ക് ചെലവഴിക്കാനായി സാധിക്കുന്നുണ്ട്, മുതൽ മുടക്ക് എത്രയായിരുന്നു, ആ മുതൽ മുടക്ക് നമുക്ക് തിരിച്ചു കിട്ടിയോ, ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ വരും. നമ്മുടെ മനസ്സിൽ വരുമെന്ന് മാത്രമല്ല, നമ്മുടെ മനസ്സിൽ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു ചോദ്യം വരികയാണ് എന്ന് വെച്ചോളൂ, ആ ചോദ്യം ആ ബിസിനസ്സിനെ വല്ലാതെ ഒലച്ചു കളയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയാൽ മാത്രമാണ് ഒരു ബിസിനസിന്റെ പ്രോപ്പറായ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബിസിനസിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് റിട്ടൺ ആയിരിക്കണം, അതൊരു ഗൈഡ് ആയിരിക്കണം. ആ ഒരു ഗൈഡ് പ്രകാരമായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റോ പ്രകാരമായിരിക്കണം ഓരോ ബിസിനസ്സും മുന്നോട്ട് പോകേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഭീഷണികളൊക്കെ ഈ ഒരു ബിസിനസിന്റെ ഇടയിൽ വരാം. പക്ഷെ ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത് മുന്നോട്ട് പോകാൻ ആ ഒരു സമയത്ത് നമുക്കൊരു ടാക്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിൽ പോലും ബിസിനസിന് ഒരു പ്രോപ്പറായ പ്ലാനിങ് വളരെ വിശദമായ രീതിയിൽ തന്നെ നമുക്ക് വേണം. ഓരോ ഏരിയയിലും വൈവിധ്യങ്ങളായ കാറ്റഗറി തിരിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് പ്ലാനിങ് തന്നെയാണ് നമുക്ക് അനിവാര്യം ഒരു ബിസിനസ് പ്ലാൻ മുന്നോട്ട് പോകാനായിട്ട്. സോ ബിസിനസ് എന്ന് പറയുന്നതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണോ അതും നമ്മൾ തീർച്ചയായും ഇതിൽ ആഡ് ഓൺ ചെയ്തിരിക്കണം. അതായത് സപ്ലൈസിൽ നിന്നുള്ള കോൺട്രാക്റ്റോ, കസ്റ്റമേഴ്സിൽ നിന്നുള്ള കോൺട്രാക്റ്റോ, ലെറ്റേഴ്സ് ഓഫ് റെഫറൻസോ, ലെറ്റേഴ്സ് ഓഫ് ഇന്റന്റോ, കോപ്പി ഓഫ് യുവർ ലീസ്, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ലീഗൽ ഡോക്യുമെന്റ്സോ, ടാക്സ് റിട്ടേൺസോ, അങ്ങനെയുള്ള പല പല സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ് പ്ലാൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. തുടങ്ങി നിരവധി സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുകയുള്ളൂ. നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ലോണിനൊക്കെ അപേക്ഷിച്ച് നോക്കാം ബിസിനസ് എങ്ങനെയാണ് എന്നുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് എത്രമാത്രം ഫീസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ നന്നായി തന്നെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ആശയം മാത്രമല്ല, ആ ആശയം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള വിവിധ ഘട്ടങ്ങളായിട്ടുള്ള പ്രോസസ്സും സ്റ്റെപ്പും എല്ലാം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു ആശയം മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളൊരു ബിസിനസ്സിൽ വിജയിക്കുവാനായി പോകുന്നില്ല. ഒരു റിട്ടൺ ബിസിനസ് പ്ലാൻ നമ്മുടെ മനസ്സിൽ ചിട്ടപ്പെടുത്തിയതിനു ശേഷം ഒരു ഗൈഡായി, ഒരു മാനിഫെസ്റ്റോ ആയി നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. എങ്ങനെ ഒരു ബിസിനസ് പ്ലാൻ നമുക്ക് വളരെ മികച്ച രീതിയിൽ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇന്ത്യൻ മണി മലയാളം ഡിസ്കസ് ചെയ്തിരുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോസ് ഇനിയും ഞങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യൻ മണി മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. മാത്രമല്ല, ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ കൂട്ടുകാരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് ഹൗ വി ക്യാൻ മേക്ക് എ ബിസിനസ് പ്ലാൻ. ഒരു നല്ല ബിസിനസ് പ്ലാനോട് കൂടി മികച്ച സംരംഭകരെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അല്ലേ? ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ വിടവാങ്ങുന്നു ഇന്നത്തെ വീഡിയോയിൽ നിന്ന്. ദിസ് ഇസ് യുവർ ഹോസ്റ്റ് വിദ്യ നായർ.